ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 71. ആൽക്കെമിസ്റ്റ് ആകാനുള്ള പരീക്ഷ എഴുതിയവരിൽ ആകെ ജയിച്ചത് ചേതൻ മാത്രമാണ്. ഇപ്പോ ചേതനും തനിക്ക് ആൽക്കെമിസ്റ്റ് ആകാനോ ആൽക്കെമിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആകാനോ താല്പര്യമില്ലെന്ന് പറഞ്ഞത് കേട്ട് അവിടെയുള്ളവരെല്ലാം അവനെ ഞെട്ടലോടെ നോക്കി. ചേതാ, നിനക്കിപ്പോ ലഭിച്ചിരിക്കുന്നത് വളരെ വലിയൊരു അവസരമാണ്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ നീ നല്ലതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു നല്ല ആൽക്കെമിസ്റ്റിന്റെ അസിസ്റ്റന്റായി മാറിയാൽ നീ നിന്റെ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്തും, ജിജേഷ് ചേതനോട് പറഞ്ഞു. ചേതൻ അത് കേട്ട് ശരിയെന്ന് തലയാട്ടി. പിന്നീട് എന്തോ ഓർത്തതുപോലെ അയാളെ നോക്കി. സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചിട്ട് പറയാം. പക്ഷേ എനിക്കിപ്പോ വേറൊരു കാര്യം അറിയാനുണ്ട്. ഇവിടെ നമ്മുടെ വംശത്തിലുള്ള ശക്തികളെ ഉണർത്തുന്ന വല്ല മരുന്നുണ്ടോ? ചേതൻ അയാളോട് ചോദിച്ചു. മുമ്പ് റിസപ്ഷനിൽ വെച്ചും ചേതൻ ഇത് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. എന്നാൽ ഇപ്പോൾ ജിജേഷിന് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ചേതൻ ഇത് അയാളോട് ചോദിച്ചു. കുറച്ചുനേരം ഇതിനെക്കുറിച്ച് ആലോചിച്ച ശേഷം ജിജേഷും ജിനേഷും തമ്മിൽ നോക്കി. നീ ചോദിച്ചതുപോലുള്ളൊരു മരുന്ന് എവിടെയുണ്ട്. പക്ഷേ ഓരോ ശക്തികൾ ഉണർത്താൻ ഓരോ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കഴിക്കുന്ന മരുന്ന് ശരിയായതല്ലെങ്കിൽ ശക്തി ഉണരില്ലെന്ന് മാത്രമല്ല, അതിന് വിപരീത ഫലം ലഭിക്കാനും സാധ്യതയുണ്ട്, ജിജേഷ് പറഞ്ഞു. എങ്കിൽ എനിക്കാദ്യം ആ ശക്തികളെയും അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ച് അറിയണം. ആ വിവരങ്ങളുള്ള ബുക്സ് ഉണ്ടോ അവിടെ? ചേതനൊന്ന് ആലോചിച്ച ശേഷം ചോദിച്ചു. വിവേകിന്റെ ഉള്ളിൽ പുരാതന രാജരക്തമാണ് ഉണ്ടായിരുന്നത്. അവന്റെ ശക്തികൾ ഉണരുന്നതിന് മുമ്പ് അവനെക്കുറിച്ച് മറ്റുള്ളവർ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചേതന് തോന്നി. അതുകൊണ്ട് അവൻ വിവേകിന്റെ കാര്യം രഹസ്യമായി തന്നെ വെച്ചു. ഈ ആൽക്കെമിസ്റ്റുകൾ ഇരുവരും പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ആളുകളെ പോലെ ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയില്ലല്ലോ. ഇത്ര വലിയ രഹസ്യം അവരോട് പറഞ്ഞിട്ട് ഭാവിയിൽ അത് കാരണം ചേതന് പ്രശ്നങ്ങൾ ഉണ്ടായാലോ? അതുകൊണ്ട് രാജരക്തത്തെക്കുറിച്ചുള്ള രഹസ്യം തൽക്കാലം തന്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചേതന് തോന്നി. നീ ചോദിക്കുന്ന ബുക്സ് ഇവിടെയുണ്ട്. പക്ഷേ അതെല്ലാം അഡ്വാൻസ്ഡ് ലൈബ്രറിയിലാണുള്ളത്. ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് ആൽക്കെമിസ്റ്റുകൾക്ക് മാത്രമേ ആ ലൈബ്രറിയിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. എന്തിനെ? നിനക്ക് ആ ബുക്ക് എടുത്ത് തരാനുള്ള അവകാശം പോലും ഞങ്ങൾക്കില്ല, ജിജേഷ് പറഞ്ഞു. ജിജേഷ് പറയുന്നത് ശരിയാണ് ചേതാ. നിനക്ക് ആ പുസ്തകങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നീ ആൽക്കെമിസ്റ്റ് ആവുക തന്നെ വേണം. സാധാരണക്കാരെ ബുക്ക് വായിച്ച് അതിലുള്ളതനുസരിച്ച് മരുന്നുണ്ടാക്കാൻ ശ്രമിച്ച് വല്ല പിഴവുകളും വരുത്തിയാ അത് കഴിക്കുന്നവരുടെ ജീവൻ ആപത്താണ്. മരുന്ന് തയ്യാറാക്കുന്നത് വെറും ബുക്സ് മാത്രം വായിച്ചിട്ട് ചെയ്യാൻ കഴിയില്ല. അതിന് ശരിയായ പ്രാക്ടീസ് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റൂൾസ് വെച്ചിരിക്കുന്നത്. ആ പുസ്തകം വായിക്കാൻ അസിസ്റ്റന്റിന് പോലും അനുവാദമില്ല. നിനക്ക് ഈ പുസ്തകം ലഭിച്ചേ മതിയാവൂ എന്നാണെങ്കിൽ നീ ഒരു ആൽക്കെമിസ്റ്റായി മാറണം. ഒരു ആൽക്കെമിസ്റ്റ് ആവാൻ ആദ്യം നീ ഒരു ആൽക്കെമിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആവണം. അസിസ്റ്റന്റ് ആയി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ നിന്റെ കഴിവുകൾ ടെസ്റ്റ് ചെയ്യാൻ ഒരു എക്സാം നടത്തും. അത് ജയിച്ചാ നിനക്കൊരു ലോ ലെവൽ ആൽക്കെമിസ്റ്റായി മാറാം. ഇങ്ങനെ പരീക്ഷകൾ എഴുതി ജയിച്ച് ഏറ്റവും താഴത്തെ നിലയിൽ നിന്നും ഉയർന്ന നില വരെ എത്തുകയും ചെയ്യാം. നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് മെല്ലെ മെല്ലെ മാത്രമേ നിനക്കൊരു ആൽക്കെമിസ്റ്റായി മാറാൻ കഴിയുകയുള്ളൂ, ജിനേഷ് പറഞ്ഞു. സാർ, ആ ബുക്സ് ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ട് തരാം. അല്ലെങ്കിൽ ആ ബുക്കൊന്ന് ജസ്റ്റ് കാണാനെങ്കിലും തരൂ, ചേതൻ വീണ്ടും ചോദിച്ചു. അത് കേട്ട് ജിജേഷും ജിനേഷും തമ്മിൽ നോക്കി. എന്നിട്ട് ചേതനെ നോക്കി ഇല്ല എന്ന് തലയാട്ടി. ചേതന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവന്റെ പരിശ്രമമെല്ലാം വെറുതെയായി എന്ന് അവൻ ചിന്തിച്ചു. ആ പരീക്ഷ എഴുതിയെടുക്കാൻ വേണ്ടി അവൻ അവന്റെ കഴിവും വിലപ്പെട്ട സമയവുമാണ് കളഞ്ഞത്. എന്നിട്ടോ ഒരു ആൽക്കെമിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പോലും യാതൊരു ഉപകാരവുമില്ല. ചേതൻ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അമറും ശ്രുതിയും ദൈവം അറിഞ്ഞ അവർക്ക് ചേതനോടുള്ള ദേഷ്യം അധികമാവും. ഈ പുസ്തകങ്ങളെല്ലാം മനഃപ്പാഠമാക്കാൻ തന്നെ അവർ 6-7 വർഷമാണ് കളഞ്ഞത്. എന്നിട്ടും അവർക്ക് ഈ പരീക്ഷയിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ചേതനോ ഈ പുസ്തകങ്ങൾക്ക് വേണ്ടി ആകെ 4 മണിക്കൂർ നേരം മാത്രമാണ് ചിലവഴിച്ചത്. ആ 4 മണിക്കൂർ സമയത്തിന് മുമ്പ് അവനൊരു ആൽക്കെമിസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അവർ പറയുന്നത് ശരിയാണ് ചേതാ. ആ അഡ്വാൻസ് ലൈബ്രറിയുടെ ഉള്ളിൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ആ പുസ്തകങ്ങൾ വായിക്കാൻ പടിപടിയായി മുന്നേറി ഒരു ആൽക്കെമിസ്റ്റ് ആയാൽ മാത്രമേ സാധിക്കൂ. ഇപ്പോ ഇവിടെ അസിസ്റ്റന്റായി ചേര്. അങ്ങനെ പടിപടിയായി നിനക്ക് ആൽക്കെമിസ്റ്റായി മാറാം. അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റുകളിൽ ഒരാൾ ചേതനെ ഉപദേശിച്ചു. ശരി, ഇവിടുത്തെ റൂൾസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ ബുക്ക് എനിക്ക് കിട്ടിയേ മതിയോ? അതിനുവേണ്ടി ഒരു ആൽക്കെമിസ്റ്റായി മാറണമെങ്കിൽ അത് ചെയ്യാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോ ആൽക്കെമിസ്റ്റ് ആവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാ പറഞ്ഞേ? ചേതൻ അവരോട് ചോദിച്ചു. ചേതൻ അത് ഒരുതരം പരിഹാസത്തോടെ പറയുന്നത് കേട്ട് ജിജേഷിനും ജിനേഷിനും ദേഷ്യം തോന്നി. ചേതാ, നീ ഇപ്പോ നിൽക്കുന്നത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്താണ്. അത് നീ ഇങ്ങനെ നിസ്സാരമായി കാണുന്നത് തെറ്റാണ്. നീ തന്നെ കണ്ടു കാണും എത്ര പേരാണ് ഈ സ്ഥാനത്തിന് വേണ്ടി എക്സാം എഴുതുന്നതെന്ന്.
ഒരു ആൽക്കമിസ്റ്റായി മാറുന്നത് അത്ര നിസ്സാര കാര്യമല്ല. നീ ആദ്യം അസിസ്റ്റന്റായി നിന്ന് ആൽക്കമിസ്റ്റ് ആകാൻ പഠിക്കും. ഒരു ആൽക്കമിസ്റ്റ് ആകാൻ ഒരുപാട് സസ്യങ്ങളെ കുറിച്ച് പഠിക്കണം. അത് മാത്രമല്ല, മരുന്ന് തയ്യാറാക്കാനുള്ള ഫോർമുലയും എത്ര അളവിൽ ചേർക്കണം എന്നുള്ള അറിവും വേണം. ഒരു മരുന്ന് തയ്യാറാക്കാൻ തന്നെ ആയിരക്കണക്കിന് വഴികൾ കാണും. നീ ഇപ്പോൾ എഴുതിയ എക്സാം പോലെ അത്ര എളുപ്പമല്ല ആൽക്കമിസ്റ്റ് ആകുക എന്നുള്ളത്, ജിജേഷ് പറഞ്ഞു. അതെ, അത് മാത്രമല്ല, മരുന്ന് തയ്യാറാക്കുമ്പോ അത് ചൂടാക്കുന്നതിന്റെ അളവ് കൂടി ശ്രദ്ധിക്കണം. ചൂട് അല്പം കൂടിയാലോ കുറഞ്ഞാലോ മരുന്നിന്റെ ഗുണങ്ങളും മാറും. അതിന് ശരിയായ പ്രാക്ടീസ് വേണം. അപ്പോഴേ ശരിയായ രീതിയിൽ മരുന്ന് തയ്യാറാക്കാൻ കഴിയും, ജിനേഷ് പറഞ്ഞു. ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് ഞാൻ തേടി വന്നതൊന്നും കിട്ടുന്ന ലക്ഷണമില്ലെന്നാ തോന്നുന്നത്, ചേതൻ ചിന്തിച്ചു. ശ്യാമുമായുള്ള പന്തയത്തിന് 15 ദിവസം മാത്രമേ ചേതന്റെ മുൻപിലുള്ളൂ. ആ 15 ദിവസങ്ങൾക്കുള്ളിൽ മരുന്ന് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ വിവേകിന്റെയും സാറയുടെയും ഉള്ളിലുള്ള ശക്തികളെ ഉണർത്താൻ കഴിയൂ. അങ്ങനെ അവരുടെ ശക്തികൾ ഉണർന്നാൽ അവർ വളരെയധികം ശക്തരായി മാറും. അങ്ങനെ ശക്തരായാൽ പന്തയത്തിൽ ജയിക്കുന്നത് അവർക്ക് വെറും നിസ്സാര കാര്യമായിരിക്കും. അതുകൊണ്ടാണ് 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മരുന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് ചേതൻ കരുതിയത്. ഈ 15 ദിവസങ്ങൾക്കുള്ളിൽ അവന് ആൽക്കമിസ്റ്റ് ആകാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഒരു ആൽക്കമിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആവുന്നതിലും കാര്യമൊന്നുമില്ലല്ലോ. ഭാവനയോട് സംസാരിച്ചതിന് ശേഷം ചേതന് ഒരു S ലെവൽ ടീച്ചർ ആകണമെന്നായിരുന്നു ആഗ്രഹം. ശ്യാമുമായുള്ള പന്തയം അതിനൊരു വഴിയായിരുന്നു. ആ പന്തയത്തിൽ ജയിച്ചാൽ ചേതന് മറ്റുള്ളവർക്ക് മുമ്പിൽ തന്നെ കഴിവ് തെളിയിക്കാൻ കഴിയും. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ചേതൻ അവരോട്, എനിക്കിത് ഒരു അരമാസം കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കേട്ട് എല്ലാവരും അമ്പരന്ന് പോയി. ചേതാ, എല്ലാത്തിനും ഓരോ നേരവും കാലവും ഉണ്ട്. ഈ വിഷയത്തിൽ S ലെവലിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിന് അതിൻ്റെതായ പരിശ്രമം വേണം. നീ ഇപ്പോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതുപോലെ പുറത്തൊന്നും പോയി പറയല്ലേ, ജിജേഷ് അവനോട് പറഞ്ഞു. ചേതാ, നീ ഇങ്ങനെ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. നിനക്ക് ചെറിയ പ്രായമല്ലേ ഉള്ളൂ. ഇവിടെ ആരും 30 കഴിയാതെ ഒരു ആൽക്കമിസ്റ്റായി മാറിയിട്ടില്ല, അയാൾ കൂട്ടിച്ചേർത്തു. ഇത് ഇത്രയും പാടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എക്സാം എഴുതാൻ തന്നെ വരില്ലായിരുന്നു, ചേതൻ ചിന്തിച്ചു. ഇല്ല സാർ, എനിക്ക് എന്റെ ലൈഫിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് എനിക്ക് മരുന്നുണ്ടാക്കാൻ പഠിക്കണമെന്നുണ്ടായിരുന്നു. അതാ ഇവിടേക്ക് വന്നത്. എന്നാൽ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇതെനിക്ക് ചേർന്ന ഒന്നായി തോന്നുന്നില്ല. എനിക്ക് വേണ്ടി നിങ്ങളുടെ ഇത്രയും വിലപ്പെട്ട സമയം ചെലവാക്കിയതിന് നന്ദി. അപ്പോ ശരി സാർ, ഞാൻ പോകുക. ചേതൻ അവിടെ നിന്നും പോകാൻ ഒരുങ്ങി. ഒന്ന് നിൽക്ക്, ആൽക്കമിസ്റ്റ് ആവാൻ വേറൊരു വഴി കൂടിയുണ്ട്. അതിന് മരുന്നുകൾ ഉണ്ടാക്കാൻ പഠിക്കണമെന്നില്ല. നിനക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനത് നിന്നോട് പറയുന്നത്, ജിജേഷ് പറഞ്ഞു നിർത്തി ഒന്നവരെ നോക്കി. ജിജേഷ്, അത് ജിനേഷ് അയാൾ പറഞ്ഞത് കേട്ട് അയാളെ നോക്കി അല്പം മടിയോടെ വിളിച്ചു. പക്ഷേ ഈ വഴി അത്ര എളുപ്പമല്ല. അഥവാ തോൽക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ശിക്ഷയും ലഭിക്കും. അത് മാത്രമല്ല, നിനക്ക് പിന്നീട് ഒരിക്കലും ആൽക്കമിസ്റ്റ് ആവാനുള്ള പരീക്ഷകളും എഴുതാൻ സാധിക്കില്ല. പക്ഷേ പെട്ടെന്ന് ആൽക്കമിസ്റ്റായി മാറാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈ വഴിയിലൂടെ ജയിക്കണമെങ്കിൽ എല്ലാ സസ്യങ്ങളെ കുറിച്ചുള്ള അറിവ് നിനക്കുണ്ടാവണം. എല്ലാ ആൽക്കമി തിയറികളും നീ അറിഞ്ഞിരിക്കണം, ജിജേഷ് അവനോട് പറഞ്ഞു. മറ്റൊരു മാർഗമുണ്ടെങ്കിൽ ഉറപ്പായും ഞാനത് ചെയ്യാം. ആ മാർഗം എന്താണെന്ന് വിശദമായൊന്ന് പറയാമോ, ചേതൻ പ്രതീക്ഷയോടെ ചോദിച്ചു. ആ മാർഗം ആൽക്കമി തിയറികളെ കുറിച്ച് സംവാദം നടത്തുക എന്നതാണ്, ജിജേഷ് മറുപടി പറഞ്ഞു. സംവാദമോ? ചേതൻ അയാളെ ആശ്ചര്യത്തോടെ നോക്കി. അതെ, സംവാദം നടത്തുക. നിനക്ക് ആൽക്കമിയെ കുറിച്ചുള്ള എല്ലാ തിയറികളും അറിഞ്ഞിരിക്കണം. ഫോർമുലകൾ, സസ്യങ്ങളുടെ പേരുകൾ, അവയുടെ ഗുണങ്ങൾ, അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാം. എങ്കിൽ മാത്രമേ ആ സംവാദത്തിൽ നിനക്ക് ജയിക്കാൻ കഴിയൂ, ജിജേഷ് അവന് വിശദീകരിച്ചു കൊടുത്തു. അയാൾ പറഞ്ഞത് കേട്ട് ചേതൻ മാത്രമല്ല അമർ ഉൾപ്പെടെ അവിടെ നിന്നവരെല്ലാം അദ്ദേഹത്തെ ആശ്ചര്യത്തോടെ നോക്കി. അവരൊന്നും ഇന്നേ വരെ ഇങ്ങനെ ഒരു മാർഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരാൾക്ക് ഒരു S ലെവൽ ടീച്ചറായി മാറണമെങ്കിൽ അയാൾക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലുകളായ 9 തൊഴിലിനെ കുറിച്ചുമുള്ള അറിവുകൾ ഉണ്ടാവണം. പക്ഷേ ഒരു S ലെവലിന്റെ അധ്യാപകനായി മാറാൻ തന്നെ ഒരുപാട് പരിശ്രമവും സമയവും വേണം. അങ്ങനെയുള്ളപ്പോ അവർക്ക് എങ്ങനെയാണ് ആൽക്കമിസ്റ്റ് പോലെയുള്ള മറ്റുള്ള ജോലികൾക്ക് വേണ്ടി വർഷങ്ങൾ കളയാൻ കഴിയുക? അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ മാർഗം. ഇവർക്ക് മരുന്നുകൾ എങ്ങനെ തയ്യാറാക്കണം എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പകരം ആൽക്കമിയെ കുറിച്ചുള്ള തിയറികളെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെ ആ സംവാദത്തിൽ ആൽക്കമി തിയറികളെ കുറിച്ചുള്ള അറിവുകൾ പകർന്ന് വിജയിക്കണം. ആ സംവാദത്തിൽ വിജയിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയുള്ള 10 ആൽക്കമിസ്റ്റുകളോട് സംവാദം ചെയ്തു വേണം ജയിക്കാൻ. ചെറിയ തെറ്റ് പോലും
തോൽവിയിലേക്ക് കൊണ്ടെത്തിക്കും. തോൽക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയും ലഭിക്കും. അവർക്ക് പിന്നീട് ഒരിക്കലും ആൽക്കെമിസ്റ്റ് ആകാനുള്ള പരീക്ഷ എഴുതാൻ കഴിയില്ല. ജിജേഷ് ആ രണ്ടാമത്തെ മാർഗത്തെക്കുറിച്ച് അവിടെയുള്ള എല്ലാവർക്കും വിശദമായി പറഞ്ഞു കൊടുത്തു. ചേതൻ ആ മാർഗത്തെക്കുറിച്ച് കേട്ട് സന്തോഷത്തിലായിരുന്നു. ഈ മാർഗം അത്ര എളുപ്പമാണെന്ന് കരുതണ്ട. പല എസ് ലെവൽ അധ്യാപകരും ഈ മാർഗത്തിൽ നിന്ന് ഭയന്ന് തിരികെ പോയിട്ടുള്ളതാണ്. നീ ഇതിനെക്കുറിച്ച് നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി. ഞാൻ ഇങ്ങനൊരു മാർഗമുണ്ടെന്ന് നിന്നെ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജിജേഷ് ചേതന്റെ മുഖത്തെ സന്തോഷം കണ്ട് പറഞ്ഞു. ആയിരക്കണക്കിന് പേർ ഈ മാർഗം ഉപയോഗിച്ച് ഒരു ആൽക്കെമിസ്റ്റ് ആകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗം പേർക്കും തോൽവിയാണ് സംഭവിച്ചത്. ഇതിലാകെ കുറച്ചു പേർക്ക് മാത്രമേ ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ജിജേഷ് ചേതനോട് പറഞ്ഞു. ഈ കുറച്ചു പേരെന്ന് പറയുമ്പോ എത്ര പേരുണ്ടാവും? ചേതൻ കൗതുകത്തോടെ തിരക്കി. 5 പേർ. ആകെ 5 പേർ മാത്രമേ ഈ വഴിയിലൂടെ വിജയിച്ചിട്ടുള്ളൂ. ജിജേഷ് പറഞ്ഞതും അവിടെയുള്ളവരെ എല്ലാം അത് ആശ്ചര്യപ്പെടുത്തി. സംവാദം മറ്റുള്ളവർക്ക് കഠിനമായിരിക്കാം, പക്ഷേ തനിക്കത് എളുപ്പമായിരിക്കുമെന്ന് ചേതൻ വിചാരിച്ചു. മാന്ത്രിക ലൈബ്രറിയുടെ സഹായത്തോടെ ചേതന് എന്തിന്റെയും ഗുണങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലിന്റെ അറിവില്ലാതെ തന്നെ ഒരു മരുന്ന് ശരിയായി തയ്യാറാക്കിയതാണോ അല്ലയോ എന്നും അതിന്റെ കുറവുകളും ഗുണങ്ങളും എന്താണെന്നും എല്ലാം ചേതന് പറയാൻ സാധിക്കും. മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത പലതും മാന്ത്രിക ലൈബ്രറിയുടെ സഹായത്തോടെ ചേതന് കണ്ടെത്താൻ സാധിക്കും. എന്നെക്കൊണ്ട് എല്ലാ തിയറികളും ഫോർമുലകളും ഓർമ്മയിൽ വെക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഉറപ്പായും ഈ മാർഗം ട്രൈ ചെയ്യും, ചേതൻ അവരോട് പറഞ്ഞു. പക്ഷേ തോറ്റാൻ നിനക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും എന്നറിയോ? ജിജേഷ് അവനോട് ചോദിച്ചു. ചേതൻ അയാൾ എന്താവും പറയാൻ പോവുക എന്നറിയാൻ അയാളെ ആശ്ചര്യത്തോടെ നോക്കി. അധ്യായം 72. താൻ പറഞ്ഞത് കേട്ട് ഭയന്ന് ചേതൻ ആദ്യത്തെ മാർഗം തന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് ജിജേഷ് കരുതിയത്. എന്നിട്ടും രണ്ടാമത്തെ മാർഗം ചേതൻ തിരഞ്ഞെടുത്തത് അയാളെ അത്ഭുതപ്പെടുത്തി. ഇതിന്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ് അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാമെന്ന് അയാൾ ചിന്തിച്ചു. നീ ഇതിൽ തോറ്റാൽ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയോ? ജിജേഷ് ചോദിച്ചു. ഇല്ല, അതും സാർ തന്നെ പറഞ്ഞതാ, ചേതൻ മറുപടി കൊടുത്തു. ഇപ്പോഴെങ്കിലും നിനക്ക് ചോദിക്കാൻ തോന്നിയല്ലോ. ഈ സംവാദത്തിൽ 10 ആൽക്കെമിസ്റ്റുകൾ എങ്കിലും ഉണ്ടാവും. അതും എല്ലാം ഉയർന്ന പൊസിഷനിലുള്ളവർ. അവരെല്ലാം വളരെ ബിസി ആയവരാണ്. അതുകൊണ്ട് സമയത്തിന് അവർ വലിയ വിലയാണ് കൊടുക്കുന്നത്. വെറുതെ ഒന്നും പഠിക്കാതെ വന്ന് സംവാദം നടത്തി ആരും അവരുടെ വില കളയരുത്. അതുകൊണ്ടാണ് തോൽക്കുന്നവർക്ക് കഠിനമായ ശിക്ഷ തന്നെ നിർണയിച്ചിരിക്കുന്നത്. അതൊക്കെ ശരി. സാറ്, ഞാൻ ചോദിച്ചതിന് ഇതുവരെ ഉത്തരം പറഞ്ഞില്ല, ചേതൻ ചോദിച്ചു. ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. നീ ഇതിൽ തോറ്റാൽ അവിടെ വരുന്ന ഓരോ ആൽക്കെമിസ്റ്റുകൾക്കും ഓരോ ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ വീതം കൊടുക്കണം. അത് മാത്രമല്ല, നിനക്ക് 100 ചാട്ടവാറടി ലഭിക്കും. പിന്നെ നിനക്ക് ഒരിക്കലും ആൽക്കെമിസ്റ്റ് ആകാനുള്ള എക്സാമും എഴുതാൻ കഴിയില്ല. ജിജേഷ് ചേതന്റെ ചോദ്യം കേട്ട് പൊട്ടിച്ചിരിച്ചതിന് ശേഷം പറഞ്ഞു. ചേതൻ അയാൾ പറഞ്ഞത് കേട്ട് ഒന്ന് ഞെട്ടി. കഠിനമായ ശിക്ഷയെന്ന് പറഞ്ഞപ്പോഴും അവൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഒരു സംവാദത്തിൽ 10ഓളം ആൽക്കെമിസ്റ്റുകൾ വരും. അവർക്കെല്ലാം ആൾക്ക് 1 ലക്ഷം വെച്ച് മുഴുവൻ പേർക്കും കൂടി 10 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കേണ്ടി വരും. അതുമാത്രവും അതിന്റെ കൂടെ 100 ചാട്ടവാറടിയും. അത്രയും ചാട്ടവാറടി കിട്ടുന്ന ആൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അഥവാ രക്ഷപ്പെട്ടാൽ തന്നെ മാസങ്ങളോളം അയാൾക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാനും സാധിക്കില്ല. അതുപോലെ അവർക്ക് പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ആൽക്കെമിസ്റ്റ് ആകാനുള്ള പരീക്ഷയും എഴുതാൻ കഴിയില്ല. ഇതിനെക്കുറിച്ചെല്ലാം ആലോചിക്കും തോറും ചേതന് തന്റെ തല പുകയുന്നത് പോലെ തോന്നി. ശിക്ഷ മാത്രമല്ല, ടെസ്റ്റും വളരെ കഠിനമായിരിക്കും. അതുകൊണ്ടാണ് ഈ രീതി ആരും തിരഞ്ഞെടുക്കാത്തത്. നമുക്ക് ചുറ്റുമുള്ള 12 നാടുകളിലും ആകെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഇതിന് മുതിർന്നിട്ടുള്ളൂ. ഇതൊരു ചൂതാട്ടം പോലെയാണ്. വെറുതെ ഇതിൽ പോയി പെടണ്ട. നിന്നെ കണ്ടിട്ട് ഒരു പാവത്തെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്, ജിജേഷ് പറഞ്ഞു. ഞാൻ എന്തായാലും ഈ മാർഗം തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതോർത്ത് സാറ് പേടിക്കണ്ട. ഇത് ഞാൻ നോക്കിക്കോളാം. ഞാൻ ഈ ടെസ്റ്റിന് തയ്യാറാണ്, ചേതൻ ഉറപ്പിച്ച് പറഞ്ഞു. വെറുതെ പ്രാക്ടിക്കൽ പഠിച്ച് നേരം കളയാൻ അവന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ചേതൻ തനിക്ക് മുമ്പിലെ കഠിനമായ പാത തന്നെ തെരഞ്ഞെടുത്തു. അവന്റെ മറുപടി കേട്ട് ജിജേഷ് ആകെ അതിശയത്തിലായി. ഇത്രയും കേട്ടിട്ടും നീ നിന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അയാൾ അവനോട് ചോദിച്ചു. അതെ സാർ, എനിക്കിതിന്റെ റിസ്ക് എല്ലാം നല്ലതുപോലെ മനസ്സിലായി. എനിക്ക് ആകെ ഒരു ഹെൽപ്പ് മാത്രം ചെയ്തു തന്നാ മതി, പ്ലീസ്. ഞാൻ ഈ സംവാദത്തിന് വേണ്ടി എന്താ പഠിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു തരാവോ? ചേതൻ ചോദിച്ചു. അത് കേട്ടതും
ജിജേഷിന്റെ മുഖത്ത് നേരത്തേതിനേക്കാൾ വലിയ ഞെട്ടലായിരുന്നു. ഓ, അപ്പോ എന്ത് പഠിക്കണമെന്ന് പോലും അറിയാതെയാണോ നീ ഇവിടെ വന്നത്? നീ പിന്നെ എങ്ങനെയാണ് എൻട്രൻസ് ജയിച്ചത്? നീ ഇത് തമാശക്ക് ചോദിച്ചതൊന്നും അല്ലല്ലോ അല്ലേ? ജിജേഷ് സംശയത്തോടെ ചോദിച്ചു. ഇല്ല സാർ, ഞാൻ സീരിയസ് ആയി തന്നെയാണ് ചോദിക്കുന്നത്. സാർ പറയും, ചേതൻ വീണ്ടും ചോദിച്ചു. അത് കേട്ടതും ജിജേഷിന്റെ അരികിൽ നിന്ന ജിനേഷ് പോലും അവനെ ആശ്ചര്യത്തോടെ നോക്കി. നീ ആൽക്കിമിയെ പറ്റി കുത്തും കോമയും പോലും വിട്ടുകളയാതെ പഠിക്കണം, അയാൾ മറുപടി പറഞ്ഞു. അത് കേട്ട് ചേതൻ അവരെല്ലാം ഒന്ന് നോക്കി. ശരി, എന്നാ ഞാൻ ബേസിക് ലൈബ്രറിയിൽ പോയി കുറച്ച് പഠിച്ചിട്ട് വരാം, ചേതൻ അവരോട് പറഞ്ഞു. അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുഖം ഇരുണ്ടു. എന്ത്, ഇപ്പൊ പഠിക്കാൻ പോകുന്നോ? ജിനേഷ് പറഞ്ഞു. ജിജേഷ് പറഞ്ഞ ശരിയാ, ഇവനെതെല്ലാം തമാശയാ. പഠിക്കാൻ പോകുന്നു അത്രേ. ബേസിക് ലൈബ്രറിയിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. സാധാരണ ഒരാൾക്ക് അതെല്ലാം പഠിക്കാൻ കുറഞ്ഞത് 5 വർഷമെങ്കിലും സമയമെടുക്കും. അതെല്ലാം പഠിച്ചു തീർത്തിട്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ജിനേഷ് ചോദിച്ചു. നിങ്ങളാരും ഇതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പോയി വായിച്ചിട്ട് വരാം. നിങ്ങൾ ടെസ്റ്റിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കിക്കോ. ഞാൻ എന്തായാലും അധികം നേരെടുക്കില്ല, വേഗം തന്നെ തിരിച്ചു വരും. ചേതൻ പറഞ്ഞതും അവിടെ നിന്നവർക്കെല്ലാം അത് കേട്ട് തല ചുറ്റുന്നത് പോലെ തോന്നി. ഈ അവസാന നിമിഷത്തിൽ അവൻ എന്താണ് ഇനി പഠിക്കാൻ പോകുന്നത്? ജസ്റ്റ് വായിച്ചിട്ട് വന്ന എങ്ങനെയാണ് ഈ ഫോർമുലയൊക്കെ ഓർത്ത് വെക്കാൻ സാധിക്കുക? അവിടെ എക്സാം എഴുതാൻ വന്ന അമറും സരുണും തമ്മിൽ പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ഈ ടെസ്റ്റ് എന്താണെന്നും ഏതാണെന്നും ഞാൻ നല്ലതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് എന്നിൽ തന്നെ ഉറപ്പില്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടില്ല. നിങ്ങളും അടുത്ത എക്സാം എഴുതാൻ തയ്യാറായിക്കോ. ഞാനും എന്റെ ടെസ്റ്റിന് വേണ്ടിയുള്ളത് പ്രിപ്പയർ ചെയ്യട്ടെ. ചേതൻ തന്റെ കൂടെ നേരത്തെ പരീക്ഷ എഴുതാൻ വന്നവരെ നോക്കി പറഞ്ഞു. നീ ഇത് സീരിയസ് ആയി തന്നെയാണോ പറയുന്നത്? നിനക്കിതിൽ അത്രയും ആത്മവിശ്വാസം ഉണ്ടോ? മരുന്നുകൾ ഉണ്ടാക്കുന്ന രീതിയോ, എങ്ങനെ സസ്യങ്ങളിൽ നിന്നും മരുന്ന് വേർതിരിച്ചെടുക്കണമെന്നോ വല്ലതും നിങ്ങൾക്കറിയോ? ഇതൊന്നും അറിയാതെയാണ് ആൽക്കെമിസ്റ്റ് ആകാൻ പോകുന്നത്, അതും തിയറി മാത്രം പഠിച്ചുകൊണ്ട്. ഇതൊക്കെ അല്പം കൂടുതലല്ലേ? അവിടെ നിന്നവർ പിറുപിറുത്തു. ഇത് കണ്ടുകൊണ്ടിരുന്ന ജിജേഷിനും ജിനേഷിനും ചേതന്റെ അടുത്തിനി ആര് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ശരി ശരി, എല്ലാവരും ശാന്തരായിരിക്കും. ഇവൻ ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ടെസ്റ്റിനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. ജിജേഷ് കൈ ഉയർത്തി അവിടെയുള്ളവരോട് എല്ലാം ശാന്തരാകാൻ പറഞ്ഞു. ഞങ്ങൾ ടെസ്റ്റിനുള്ള മറ്റ് തയ്യാറെടുപ്പൊക്കെ ചെയ്യാം, പക്ഷേ അത്രയും ആൽക്കെമിസ്റ്റുകളെ കൂട്ടിക്കൊണ്ടുവരാൻ സമയമെടുക്കും. അതുകൊണ്ട് ടെസ്റ്റ് നാളത്തേക്കാക്കാം. അതുവരെ നിനക്ക് സമയമുണ്ട്. നല്ലതുപോലെ തന്നെ ചിന്തിച്ചു നോക്ക്. ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, ജിനേഷ് ചേതനോട് പറഞ്ഞു. ചേതൻ തലയാട്ടി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി. പിന്നെയാണ് മറ്റൊരു കാര്യം ഓർത്ത് അവർ നോക്കിയത്. ഇവിടെ ബേസിക് ലൈബ്രറി എവിടെയാണെന്നുള്ളത് എനിക്കാരെങ്കിലും ഒന്ന് കാണിച്ചു തരൂ? അവൻ അവരോട് ചോദിച്ചു. അത് കേട്ടതും അവിടെയുള്ളവരുടെ എല്ലാം കണ്ണു മിഴിഞ്ഞു വന്നു. എന്ത്, ബേസിക് ലൈബ്രറി എവിടെയാണെന്ന് പോലും അറിയാതെയാണോ ടെസ്റ്റിന് വന്നത്? ഇവന്റെ സംസാരം ഇത്രയും കേട്ടു നിന്ന നമ്മൾ മണ്ടന്മാർ തന്നെ. അവിടെ ഉണ്ടായിരുന്നവർ അതിശയത്തോടെ പിറുപിറുത്തു. ചേതനോട് തർക്കിക്കാൻ നിൽക്കുന്നത് വെറുതെയാണെന്ന് മനസ്സിലാക്കി ജിനേഷ് അവന് ലൈബ്രറിയിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. അവൻ അവിടെ നിന്ന് പോകുന്നത് വരെ അവനെ സസൂക്ഷ്മം വീക്ഷിക്കുകയും ചെയ്തു. ഇവൻ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ സത്യമായിട്ട് തന്നെ പറഞ്ഞതാണോ? ജിജേഷിന്റെ അടുത്ത് ജിനേഷ് തന്റെ സംശയം ചോദിച്ചു. എനിക്കും അതാണ് മനസ്സിലാകാത്തത്. അവന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കഴിവില്ലാത്തവർക്ക് എങ്ങനെ അത്രയും കോൺഫിഡൻസ് വരും? അവന് കഴിവൊക്കെയുണ്ട്, പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ലെന്നേ ഉള്ളൂ, ജിജേഷ് പറഞ്ഞു. ജിനേഷ് സംവാദത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ഒന്ന് ഭയത്താൽ നടുങ്ങി. സംവാദത്തിൽ ഇങ്ങനെ ഒരു 10 പ്രഗത്ഭർ ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവനെ പോലെ ഒരാൾക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയും? ഇനി അവന്റെ അറിവ് എത്ര വലുതാണെന്ന് പറഞ്ഞാലും എങ്ങനെയാണ് ഒരേ സമയം 10 പേരോട് സംവദിച്ച് ജയിക്കാൻ കഴിയുന്നത്? അതുമല്ല, ഒരു മരുന്ന് പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളാണ് ചേതൻ. ഒരു ടീച്ചറെയും ഇറച്ചി വെട്ടുകാരനെയും ഒരുമിച്ച് നിർത്തി അവരുടെ കയ്യിൽ ഒരു മൃഗത്തെ കൊടുത്തിട്ട് അതിനെ വെട്ടിമുറിക്കാൻ പറയുന്നത് പോലെയാണിത്. എങ്ങനെയൊക്കെ പോയാലും ഒരു ഇറച്ചി വെട്ടുകാരന് മാത്രമേ കൈ വിറയ്ക്കാതെ കത്തി പിടിക്കാൻ കഴിയൂ. ഇത് തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം. പ്രാക്ടിക്കലും തിയറിയും രണ്ടും രണ്ടാണ്. പ്രാക്ടിക്കൽ ചെയ്യുന്നവരുടെ അത്രയും വിവരം തിയറി അറിയുന്നവർക്ക് ഉണ്ടാകണമെന്നില്ല. ജിനേഷ് തന്റെ ഭയം പറഞ്ഞതും ജിജേഷ് തല വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജിനേഷ്? നമ്മൾ എത്ര പറഞ്ഞിട്ടും അവൻ കേട്ടില്ലല്ലോ. ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? എന്ത് കണ്ടിട്ടാണ് ഇവൻ ഇത്രയും ധൈര്യം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ പറയുന്നത് ശരിയാണ്, അവനെ എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ ഘട്ടത്തിൽ നല്ലതുപോലെ തന്നെ അവൻ സ്കോർ ചെയ്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഉത്തരങ്ങളെല്ലാം ശരിയായി എഴുതിയത് മാത്രമല്ല, നമ്മളുടെ തെറ്റും കൂടി ചൂണ്ടിക്കാണിച്ചു.
അവനെ കാണാൻ ഒരു ചെറിയ ചെക്കനെ പോലെയാണുള്ളത്. ഇത്രയും ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും മെമ്മറി പവർ ഉണ്ടാവുക? ഇതെല്ലാം അവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല, പക്ഷേ ഇതെല്ലാം വലിയ കാര്യമാണ്. ജിനേഷ് പറഞ്ഞു. ചേതന്റെ കഴിവിനെ കുറിച്ച് ഓർത്ത് ഇരുവരും സ്തബ്ധിച്ചു പോയി. ചേതനിപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണെന്നാണ് ജിജേഷും ജിനേഷും കരുതിയത്. ചേതന്റെ കഴിവ് അവർ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുകയില്ലായിരുന്നു. നമ്മൾ എന്തിനിങ്ങനെ തലവോക്കുന്നത്? അവന്റെ പിന്നാലെ ലൈബ്രറിയിലേക്ക് ഒരാളെ പറഞ്ഞു വിട്ടിട്ട് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞാ പോരെ? ജിജേഷ് പറഞ്ഞു. അത് ശരിയാണല്ലോ. ജിനേഷ് അവിടെയുള്ള അസിസ്റ്റൻസിൽ ഒരാളെ വിളിച്ചു. നീ ബേസിക് ലൈബ്രറി ചെന്ന് ചേതൻ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്ക്. അവന്റെ അടുത്തേക്കൊന്നും ചെല്ലരുത്, അല്പം ഡിസ്റ്റൻസ് ഇട്ട് വേണം നിൽക്കാൻ. നീ അവനെ വാച്ച് ചെയ്യുകയാണെന്ന് അവന് മനസ്സിലാകരുത്. അങ്ങനെ വേണം ചെയ്യാൻ. ജിനേഷ് നിർദ്ദേശങ്ങൾ കൊടുത്തു. അസിസ്റ്റന്റ് ശരിയെന്ന് തലയാട്ടി ലൈബ്രറിയിലേക്ക് ചെന്നു. സംവാദത്തിന് ചെല്ലുന്നയാൾ അത്രയും കഴിവുള്ള ആളാണെങ്കിൽ മാത്രമേ അവിടെ വരുന്ന ആൽക്കെമിസ്റ്റുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ചേതൻ എങ്ങനെയാണ് എന്നറിയാനുള്ള ആകാംക്ഷ കൂടുതലായിരുന്നു. ചേതനെ നോക്കാൻ പോയി അസിസ്റ്റന്റ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നത് കണ്ട് ജിജേഷും ജിനേഷും സംശയത്തോടെ നോക്കി. എന്തുപറ്റി? എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? അവൻ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? എന്തെങ്കിലും സ്പെഷ്യൽ മെഡിസിൻ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണോ അവനവിടെ നോക്കിക്കൊണ്ടിരുന്നത്? ജിജേഷ് തിടുക്കത്തിൽ ചോദിച്ചു. അല്ല, ആ അസിസ്റ്റന്റ് പറഞ്ഞു. അപ്പോ ഫോർമുലകൾ പഠിക്കുകയായിരിക്കും, ജിനേഷ് സംശയം പറഞ്ഞു. അതുമല്ല, അസിസ്റ്റന്റ് തലയ്ക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക്, ജിജേഷ് അക്ഷമയോടെ ചോദിച്ചു. അവൻ ലൈബ്രറിയിലുള്ള ബുക്കെല്ലാം വെറുതെ പേജ് മറിച്ചു നോക്കിയിട്ട് അത് അവിടെ തന്നെ തിരിച്ചു വെക്കുക. കുറെ നേരമായി ഇവൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് എനിക്ക് തന്നെ ബോറടിച്ചു, അതാ ഞാനിങ്ങ് വന്നത്, ആ അസിസ്റ്റന്റ് പറഞ്ഞു. എന്ത്? വെറുതെ ബുക്ക് മറിച്ചു നോക്കിയിട്ട് തിരിച്ചു വെക്കുന്നോ? നീ പറയുന്നത് സത്യം തന്നെയാണോ? ജിനേഷ് തിരക്കി. അതെ സാർ, അവൻ ബുക്ക് എടുത്തിട്ട് തിരിച്ചു വെക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ നോക്കുന്ന ബുക്ക് എന്തൊക്കെയാണെന്നോ, ബേസിക് മെഡിസിൻസ്, ബേസിക് മെത്തേഡ്, എങ്ങനെ സസ്യത്തിൽ നിന്ന് മരുന്നെടുക്കണം, എങ്ങനെ അത് ക്ലീൻ ചെയ്യണം, എങ്ങനെ അത് ഹീറ്റ് ചെയ്യണം എന്നൊക്കെയാണ് അവൻ ഇത്ര നേരമായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അസിസ്റ്റന്റ് വീണ്ടും അനിഷ്ടത്തോടെ പറഞ്ഞു. എന്താ ബേസിക് ബുക്സോ? ജിജേഷും അതിശയത്തോടെ ചോദിച്ചു. ഈ ബേസിക് ബുക്സ് എല്ലാം അസിസ്റ്റന്റ് ആവാനുള്ള പരീക്ഷ എഴുതാൻ വരുന്നവർ പഠിക്കുന്നതാണ്. ആ പരീക്ഷ ജയിച്ച ഒരാൾ പിന്നെയും ആ ബുക്സ് തന്നെ നോക്കുന്നത് ഒരു മണ്ടത്തരമായാണ് അവർക്ക് തോന്നിയത്. നീ പറയുന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ നോക്കിയിട്ട് വന്നത് ചേതന തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? ജിനേഷ് അമ്പരപ്പോടെ ചോദിച്ചു. എനിക്കും ഇപ്പോ അതേ ഡൗട്ട് തന്നെയാണ്. നീ ചേതന തന്നെയാണോ ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയി നോക്കി വന്നിട്ട് കഥ പറയുന്നതാണോ? ജിജേഷും ചോദിച്ചു. ചേതന്റെ അറിവ് കണ്ണുകൊണ്ട് തന്നെ കണ്ട അവർക്ക് രണ്ടുപേർക്കും അസിസ്റ്റന്റിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വാൾ പയറ്റിന് പോകുന്ന ഒരാൾ വാളെങ്ങനെ പിടിക്കണമെന്ന് പഠിക്കുന്നത് പോലെയാണ് അവർക്ക് അസിസ്റ്റന്റ് പറഞ്ഞത് കേട്ടിട്ട് തോന്നിയത്. അവർ ചോദിക്കുന്നത് കേട്ടതും അസിസ്റ്റന്റിന്റെ മുഖം ഇരുണ്ടു. അധ്യായം 73. ജിനേഷും ജിജേഷും അസിസ്റ്റന്റ് പറഞ്ഞത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ സംശയത്തോടെ നോക്കി. സാർ, നിങ്ങൾ രണ്ടുപേരും അവന്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവൻ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല. അവൻ അവിടെ പോയത് പഠിക്കാനൊന്നുമല്ല, വെറുതെ ബുക്ക് നോക്കാനാണ്. അസിസ്റ്റന്റ് അവരെ ഇരുവരെയും നോക്കി പറഞ്ഞു. അവൻ പഠിക്കുക തന്നെ ആയിരുന്നിരിക്കണം. നീ നോക്കിയ സമയത്ത് നിനക്ക് വെറുതെ അവൻ ബുക്ക് എടുത്ത് നോക്കുന്നതായിട്ട് തോന്നിയതാവും. ജിനേഷ് വീണ്ടും വിശ്വാസം വരാതെ പറഞ്ഞു. അസിസ്റ്റന്റിന് അവർ പറയുന്നത് കേട്ടിട്ട് വല്ലാത്ത ഇറിറ്റേഷനാണ് തോന്നിയത്. അയാൾ ദേഷ്യം കൊണ്ട് മുടിയിൽ കൈ കോർത്ത് വലിച്ചു. ഓ, ഇവരെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കാ? ഞാനിന്ന് ആരെയാണോ കണിയേണ്ടത്? വെയിറ്റ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അയാൾ ആ റൂം ആകെ അത് നോക്കി. എന്നിട്ട് അവിടെയുള്ള 2-3 പുസ്തകം കണ്ടുപിടിച്ചു. അയാൾ അതെടുത്തു കൊണ്ടുവന്ന് അവരുടെയെല്ലാം മുമ്പിൽ വെച്ച് വേഗത്തിൽ അതിന്റെ പേജുകൾ മറിച്ചു തീർത്ത് അടുത്ത പുസ്തകം കൊടുത്തു. അയാൾ വേഗത്തിൽ പേജുകൾ മറിക്കുന്ന ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. കുറച്ചു നേരം ഇത് തന്നെ ഭ്രാന്തനെ പോലെ ചെയ്തിട്ട് അയാൾ ഒരു നെടുവീർപ്പോടെ അവരെ നോക്കി. ഇത് കണ്ട് ജിജേഷും ജിനേഷും തമ്മിൽ നോക്കി. ഇവനിതെന്താ ഈ കാണിക്കുന്നത്? അവരമ്പരന്നു. ഇതാണ് സാർ ഞാൻ ഇത്രയും നേരം അവിടെ കണ്ടത്. ഇത് കണ്ട് എനിക്ക് തന്നെ ഭ്രാന്തായാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനിയും എന്നോട് ഇത് തന്നെ ചോദിക്കരുത് പ്ലീസ്, അയാൾ അവരോട് കെഞ്ചി. ഇവന്റെ ഭാവമൊക്കെ കണ്ടിട്ട് ഇവൻ പറഞ്ഞതൊക്കെയും സത്യമാണെന്ന് തോന്നല്ലോ. ജിനേഷ് ജിജേഷിനോട് പറഞ്ഞു. നിങ്ങൾക്ക് ഇനിയും എന്നെ വിശ്വാസമായില്ലേ എന്നോർത്ത്
ഇപ്പോൾ കരയുമെന്ന അവസ്ഥയിലാണ് അസിസ്റ്റന്റ്. ഇവനിത് ആക്ട് ചെയ്ത് കാണിച്ചപ്പോഴാണ് ഇത്രയും ഡീപ്പാണെന്നുള്ളത് മനസ്സിലായത്. പക്ഷെ ചേതൻ എന്തിനാണ് ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ഇത്ര വേഗത്തിൽ ബുക്ക് മറിച്ച് പോയാ അതിലുള്ളത് എന്താണെന്ന് പോലും അവൻ അറിയാൻ കഴിയില്ലല്ലോ. ജിജേഷ് തന്റെ സംശയം മുന്നോട്ട് വെച്ചു. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എന്ത് ധൈര്യത്തിലാണാവോ അവൻ ടെസ്റ്റ് വെക്കാൻ പറഞ്ഞിട്ട് പോയത്? ഇത് സ്കൂൾ എക്സാം പോലെയാണെന്ന് വിചാരിച്ചിട്ടാണോ? ഇനി ബെറ്റ് വെച്ച് ജയിക്കാമെന്ന് കരുതിയാണെങ്കിൽ അവനേക്കാ വലിയ മണ്ടൻ വേറെ കാണില്ല, ജിനേഷ് പറഞ്ഞു. ഏയ്, അവൻ അങ്ങനത്തെ കുറുക്കുവഴിക്കൊന്നും പോകില്ലെന്നാണ് എന്റെ ഒരു ഇത്. അഥവാ അവൻ പോയാൽ തന്നെ അന്ന് അവന്റെ ഇവിടുത്തെ അവസാനത്തെ ദിവസമായിരിക്കും, ജിജേഷ് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള മേശയിലേക്ക് ചെന്നിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു തവണ കൂടെ പോയി നോക്ക്. ചിലപ്പോ ഇപ്പോ അവൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ, ജിനേഷ് തന്റെ അസിസ്റ്റന്റിനോട് വീണ്ടും പറഞ്ഞു. അയാൾ അത് കേട്ട് ശരിയെന്ന് തലയാട്ടി അവിടെ നിന്നും പോയി. ജിജേഷും ജിനേഷും തമ്മിൽ ചേതനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ചേതനെ നോക്കാൻ വേണ്ടി വീണ്ടും ലൈബ്രറിയിൽ ചെന്ന അസിസ്റ്റന്റ് കണ്ടത് വീണ്ടും ഒരു ഭ്രാന്തനെ പോലെ പേജുകൾ മറിച്ച് പുസ്തകം എടുത്ത് മാറ്റിവെച്ച് വീണ്ടും അടുത്ത പുസ്തകം നോക്കാനെടുക്കുന്ന ചേതനയാണ്. ഇവനിതെന്ത് കോപ്രായമാണ് കാണിക്കുന്നത്? ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെ സംവാദം ജയിക്കാനാണ്? സ്വന്തം കയ്യിലെ കാശ് കളഞ്ഞ് തല്ല് വാങ്ങിക്കൂട്ടാൻ ഇത്രയും ആഗ്രഹമുള്ള ആൾക്കാരോ? അസിസ്റ്റന്റ് ചേതൻ കാണിച്ചു കൂട്ടുന്നത് കണ്ട് ചിന്തിച്ചു. അയാൾ ഒരു നെടുവീർപ്പോടെ അവിടെ നിന്നും തിരിച്ചുപോയി. തിരികെ ചെന്നതും അവിടെ തന്റെ വരവിനായി കാത്തിരിക്കുന്ന ജിജേഷിനോടും ജിനേഷിനോടും താൻ കണ്ടത് എന്താണോ അത് അങ്ങനെ തന്നെ പറഞ്ഞു. ഇതേ സമയം സാറ അവളുടെ മുറിയിലിരിക്കുകയായിരുന്നു. ചേതൻ സാർ എനിക്ക് കൊണ്ടുവന്ന ആദ്യത്തെ പുഷ്പം ഞാൻ ഇതുവരെ പരീക്ഷിച്ചില്ലല്ലോ. എന്റെ ആരും അറിയാത്ത ആ പ്രശ്നത്തിനുള്ള പ്രതിവിധി ആ പുഷ്പമാണെന്നല്ലേ സാറ് പറഞ്ഞത്? ഇതോടെ ആ നശിച്ച വേദന ഞാനിനി സഹിക്കണ്ടല്ലോ, അവൾ സ്വയം പറഞ്ഞു. അവളുടെ മുഖം സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. കാരണം എന്തെന്നാൽ അവൾ കുഞ്ഞുനാൾ മുതലേ അനുഭവിച്ചിരുന്ന ഈ പ്രശ്നത്തിന് അവസാനം ഒരു പ്രതിവിധി കിട്ടി എന്നുള്ളതാണ്. ആ പ്രശ്നം ഇതോടുകൂടി തീരുമെന്ന് ഓർക്കുമ്പോൾ സാറയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ശരി, സന്തോഷിത മതി. ഞാൻ ആദ്യം പോയി ആ ആദ്യത്തെ പുഷ്പത്തെ അരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി കുടിക്കട്ടെ എന്ന് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് അവൾ അതരയ്ക്കാനുള്ള കല്ല് അന്വേഷിച്ചു. അപ്പോഴാണ് അവിടേക്ക് ഒരാൾ നടന്നു വരുന്ന ശബ്ദം അവൾ കേട്ടത്. സാറ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അഞ്ഞൂറാനായിരുന്നു. മാഡം, ഞാൻ എന്റെ റൂമിലേക്ക് പോവുകയാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ന് മേഡത്തെ ആരും ശല്യപ്പെടുത്തിയൊന്നുമില്ലല്ലോ? അയാൾ അവളോട് തിരക്കി. വിമലിനോട് ശിവന്യോടുമൊക്കെ താൻ വഴക്കുണ്ടാക്കിയത് കൊണ്ട് അതിന്റെ ബാക്കിയായി സാറയ്ക്ക് വല്ല പ്രശ്നവും സംഭവിച്ചു എന്നറിയാനാണ് അഞ്ഞൂറാൻ ഇത് ചോദിച്ചത്. താൻ വഴക്കുണ്ടാക്കിയത് രണ്ട് ഉയർന്ന സ്ഥാനത്തെ അധ്യാപകരോടായതുകൊണ്ട് സാറയ്ക്ക് വല്ലതും സംഭവിക്കുമോ എന്ന് അയാൾ ഭയന്നിരുന്നു. അഞ്ഞൂറാൻ ചോദിച്ചത് കേട്ടതും അവൾ തന്റെ നെറ്റി ചൊളിച്ചു. പ്രശ്നോ? എനിക്കെന്ത് പ്രശ്നം എന്നവൾ ചോദിച്ചു. അങ്കിൾ പേടിക്കുന്ന പോലെ എനിക്കൊന്നും സംഭവിക്കില്ല. ചേതൻ സാർ വളരെ നല്ല ആളാണ്. അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. അതുകൊണ്ട് വെറുതെ അദ്ദേഹത്തെ സംശയിക്കരുത്, സാറ അയാളോട് പറഞ്ഞു. അഞ്ഞൂറാൻ തുടക്കം മുതലേ ചേതനെ വിശ്വസിച്ചിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് സാറ അയാളോട് അങ്ങനെ പറഞ്ഞത്. എന്ത് നല്ലവനോ? അവനോ? മാഡം ചെറിയ പ്രായം മുതലേ നല്ല ആളുകളുടെ ഇടയിൽ വളർന്നതുകൊണ്ടാണ് മാഡത്തിന് ആരെ കണ്ടാലും അങ്ങനെ തോന്നുന്നത്. പക്ഷേ എല്ലാവരും നല്ലവരൊന്നുമല്ല മാഡം. അയാൾ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സാറയുടെ കയ്യിലിരിക്കുന്ന സസ്യത്തെ ശ്രദ്ധിച്ചത്. അയാളുടെ മുഖത്ത് അത് കണ്ട് ഞെട്ടലുളവായി. മാഡം, ഈ സസ്യം എവിടെ നിന്നാണ് കിട്ടിയത്? അഞ്ഞൂറാൻ തിടുക്കത്തിൽ ചോദിച്ചു. ഇതെനിക്ക് ചേതൻ സാർ തന്നാണ്. എനിക്ക് കുറച്ചു നാളായി വയ്യെന്ന് പറഞ്ഞതുകൊണ്ട് സാറ് ഇത് തന്നിട്ട് ഇത് അരച്ചു കഴിക്കാൻ പറഞ്ഞു. തന്റെ കയ്യിൽ ആദ്യത്തെ പുഷ്പത്തെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അഞ്ഞൂറാൻ അത് കേട്ട് വല്ലാത്ത ഞെട്ടല്ലായിരുന്നു. ചേതൻ ഇത് തന്നോ? അവനെ പോലെ ഒരു ലോ ഗ്രേഡ് ടീച്ചർ ഇതെങ്ങനെ എന്ന് പറഞ്ഞ് അയാൾ സംശയത്തോടെ നോക്കി. അഞ്ഞൂറാൻ നല്ല അറിവും വിവരവുമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് തന്റെ അച്ഛൻ അയാളെ ബോഡി ഗാർഡായി അയച്ചിരിക്കുന്നതെന്ന് സാറയ്ക്കറിയാം. ഇപ്പോൾ അഞ്ഞൂറാൻ ആ സസ്യത്തെ നോക്കി എന്തോ പറയാൻ വരുന്നത് സാറ ശ്രദ്ധിച്ചു. എന്താ അങ്കിൾ, ഈ സസ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് നല്ല ഔഷധ ഗുണമുള്ള സസ്യമല്ലേ? സാറ സംശയത്തോടെ ചോദിച്ചു. ഇല്ല മേഡം, ഈ സസ്യത്തിന് ഒരു പ്രശ്നവുമില്ല. അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ സസ്യം ഒരുപാട് വില കൂടിയതാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് ആദിത്യ പുഷ്പമാണ്. അതും നല്ല പഴക്കമേറിയ ആദിത്യ പുഷ്പം, അഞ്ഞൂറാൻ പറഞ്ഞു. എന്ത് ആദിത്യ പുഷ്പോ? സാറ കാര്യം മനസ്സിലാവാതെ ചോദിച്ചു. അതെ മേഡം, ഇത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒന്നാണ്. ഈ ആദിത്യ പുഷ്പത്തിൽ നിന്നാണ്
മറ്റാദ്യത്തെ പുഷ്പത്തിന്റെ ചെടികൾ ഉണ്ടായത്. അതുകൊണ്ട് ഇതിന്റെ പവർ 10 ഇരട്ടി കൂടുതലായിരിക്കും. സാധാരണ ആദ്യത്തെ പുഷ്പത്തിന് അത്ര വിലയില്ല, പക്ഷേ ഇതിന് നല്ല വില കൂടുതലാണ്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ മേഡത്തിന്റെ അച്ഛന്റെ കൂടെ പുറത്തു പോയപ്പോ ഇത് കണ്ടിരുന്നു. അന്ന് അതാ വിൽപ്പനക്കാരൻ 1 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾക്കാണ് വിറ്റത്. അഞ്ഞൂറാൻ തന്റെ ഞെട്ടൽ വിട്ടുമാറാതെ പറഞ്ഞു. ആ സസ്യം അത്ര വിലയേറിയതാണെന്ന് അഞ്ഞൂറാൻ പറയുന്നത് കേട്ട് അത് വിശ്വസിക്കാൻ പറ്റാത്ത സാറ കണ്ണുകൾ മിഴിച്ചു നിന്നു. അങ്കിളി പറയുന്നത് ഒക്കെ സത്യമാണോ? അവൾ മിഴിഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു. അഞ്ഞൂറാൻ ഒരിക്കൽ കൂടി സാറയുടെ കയ്യിലിരിക്കുന്ന ആ സസ്യത്തെ നോക്കി. എനിക്ക് 100% ഉറപ്പാണ് മാഡം. ആദ്യത്തെ പുഷ്പത്തെ എനിക്ക് അങ്ങനെയൊന്നും മറക്കാൻ കഴിയില്ല. അതെന്താണെന്ന് വെച്ചാ ഇത്രയും അപൂർവമായ ഒരു സസ്യം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അഞ്ഞൂറാൻ ഉറപ്പോടെ പറഞ്ഞു. 1 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ വിലയുള്ള സസ്യോ? സാറ വാ പൊളിച്ച് നിന്നുകൊണ്ട് ചോദിച്ചു. ഇത്രയും വിലയുള്ള ഒരു ഔഷധം തനിക്ക് വേണ്ടി കൊണ്ടുവന്ന ചേതനോടുള്ള അവളുടെ ബഹുമാനം അപ്പോൾ പല മടങ്ങായി ഉയർന്നു. മാഡം, ഇത് ശരിക്കും ആ ചേതൻ തന്നെയാണോ മാഡത്തിന് തന്നത്? അഞ്ഞൂറാൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അതെ, സാറ് തന്നെയാണ് തന്നത്. സാറ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. മാജിക് സ്കൂളിൽ തന്നെ ഏറ്റവും കുറവ് ശമ്പളം കിട്ടുന്ന ടീച്ചറാണ് ചേതൻ. അവൻ എങ്ങനെ ഇത്രയും വിലയേറിയ സസ്യം മാഡത്തിന് കൊടുക്കും? അഞ്ഞൂറാൻ സംശയത്തോടെ ചിന്തിച്ചു. ചേതൻ സാർ ഇത് തരാൻ നേരം ഇത് ഇത്ര കോസ്റ്റ്ലി ആണെന്ന് ഒന്നും പറഞ്ഞില്ല. എന്തോ വാങ്ങാൻ പോയപ്പോ ആ കൂട്ടത്തിൽ വാങ്ങിയിട്ട് വന്നതുപോലെയാണ് അദ്ദേഹം ഇതെനിക്ക് തന്നിട്ട് പോയത്. ഇത്രയും പണം ഉണ്ടെങ്കിൽ ഒരു വീട് തന്നെ വാങ്ങാമല്ലോ. എന്നിട്ടും എന്താണ് സാർ ഇതെനിക്ക് വെറുതെ തന്നിട്ട് പോയത് എന്ന് ചിന്തിച്ച് സാറയുടെ കണ്ണുകൾ കലങ്ങി. ഇല്ല, ഇത് ഞാൻ വാങ്ങാൻ പാടില്ലായിരുന്നു. ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ഇതെങ്ങനെ ഞാൻ വെറുതെ വാങ്ങി വെക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് അവൾ ഒരു നെടുവീർപ്പിട്ടു. സാറയുടെ അസുഖം മാറണമെങ്കിൽ ഈ മരുന്ന് അവൾ കഴിച്ചേ മതിയാകും. അവൾ ചേതന്റെ സ്റ്റുഡന്റ് ആണെങ്കിൽ കൂടിയും ഇത്രയും വിലയുള്ള മരുന്ന് വെറുതെ വാങ്ങിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇതിന്റെ പണം ചേതന് തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ അതേ വിലയുള്ള മറ്റെന്തെങ്കിലും കൊടുക്കണം. അവൾ തീരുമാനിച്ചു. മാജിക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസ് ആണ് ടീച്ചേഴ്സിനെ അവരുടെ വശത്താക്കാൻ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നത്. എന്നാൽ ചേതനൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഇത്രയും വിലയേറിയ സസ്യം അവൾക്ക് കൊടുത്തത് സാറയെ ഒന്ന് ചിന്തിപ്പിച്ചു. നേരത്തെ ഈ സസ്യത്തിന്റെ വില അറിയാതെയാണ് അവൾ അത് വാങ്ങിവെച്ചത്. ഇപ്പോൾ അതിന്റെ വില അറിഞ്ഞതിൽ പിന്നെ അവൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. അങ്കിളുടെ അടുത്ത് ഇപ്പോ എത്ര പൈസ ഉണ്ടാവും? സാറ തിടുക്കത്തിൽ ചോദിച്ചു. അഞ്ഞൂറാൻ തന്റെ കയ്യിലുള്ള പണമെല്ലാം മേശപ്പുറത്ത് എടുത്തു വെച്ചു. ഇത് മൊത്തം 20,000 ഉണ്ട് മാഡം, അയാൾ പറഞ്ഞു. സാറയെ സംരക്ഷിക്കാൻ മാത്രമാണ് അഞ്ഞൂറാൻ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് അയാൾ കയ്യിൽ അധികം പണം എടുത്തിരുന്നില്ല. സാറ മറുത്തൊന്നും പറയാതെ ആ പണം അത്രയും കയ്യിലെടുത്ത് ഞാനിത് എടുക്കും അങ്കിൾ എന്ന് പറഞ്ഞ് ആ പണവും കൊണ്ട് പുറത്തേക്കോടി. ഇത് കണ്ട് എന്താ നടക്കുന്നത് എന്നൊന്നും മനസ്സിലാവാത്ത അഞ്ഞൂറാൻ അവളുടെ പിന്നാലെ ഓടി. സാറ ഓടിച്ചെന്നത് അവളുടെ ക്ലാസ് റൂമിലേക്കായിരുന്നു. പിന്നാലെ അഞ്ഞൂറാനും. അവൾ അകത്ത് കയറി ചുറ്റുമൊന്ന് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒന്ന് പുറത്തിറങ്ങി അവിടെയും നോക്കി. അവിടെയും ആരെയും കണ്ടില്ല. മാഡം, ചേതൻ ആൽക്കമി യൂണിയന്റെ അവിടേക്ക് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. സാറ എല്ലായിടത്തും തിരയുന്നത് കണ്ട അഞ്ഞൂറാൻ ചിന്തിക്കാതെ പറഞ്ഞു. ആൽക്കമി യൂണിയനോ? ഇനി അവിടെ നിന്നാണോ ചേതൻ സാർ ഈ സസ്യത്തെ കുറിച്ച് അറിഞ്ഞത്? സാറ ചിന്തിച്ചു. അങ്കിൾ വാ, നമുക്ക് ആൽക്കമി യൂണിയനിലേക്ക് പോവാം. അവൾ അതും പറഞ്ഞ് ആൽക്കമി യൂണിയൻ ലക്ഷ്യമാക്കി ഓടി. അവളുടെ പിന്നാലെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അഞ്ഞൂറാനും. അപ്പോ സാറയുടെ മനസ്സിൽ എങ്ങനെയും പണം ചേതനെ ഏൽപ്പിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഇരുവരും ആൽക്കമി യൂണിയനിൽ എത്തിച്ചേർന്നു. അവിടെയെല്ലാം നോക്കിയിട്ട് അവൾ റിസപ്ഷനിൽ ഇരുന്നിരുന്ന ശ്രുതിയോട് ചേതനെ പറ്റി ചോദിച്ചു. എന്ത്, ചേതൻ സാർ ആൽക്കമിസ്റ്റ് അസിസ്റ്റന്റ് ആവാനുള്ള ടെസ്റ്റ് എഴുതാൻ പോയെന്നോ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. എന്ത്, അയാൾ ഒരു ടീച്ചറാണെന്നോ? ശ്രുതി വിശ്വസിക്കാൻ കഴിയാതെ മനസ്സിലോർത്തു. അതെ, അയാൾ അസിസ്റ്റന്റ് ആവാനുള്ള ടെസ്റ്റ് എഴുതാൻ പോയിരിക്കുകയാണ്. ശ്രുതി വീണ്ടും പറഞ്ഞു. സാറയും അഞ്ഞൂറാനും തമ്മിൽ നോക്കി. ആൽക്കമിസ്റ്റ് ടെസ്റ്റോ? അത് പാസ്സാകാൻ വളരെ പാടുള്ള പരീക്ഷയാണ്. ജയിക്കണമെങ്കിൽ ഒരുപാട് സസ്യങ്ങളെ കുറിച്ച് പഠിക്കണം. അതും 1000 പേര് പരീക്ഷ എഴുതിയാ അതിൽ 4-5 പേരായിരിക്കും ജയിക്കുന്നത്. ഇത് എഴുതി തോറ്റ ഒരുപാട് പേര് എനിക്കറിയാം. അഞ്ഞൂറാൻ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. സാറ അത് കേട്ട് അത്ഭുതത്തോടെ നിന്നു. അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് അഞ്ഞൂറാൻ പറഞ്ഞതെല്ലാം അവൾ ആശ്ചര്യത്തോടെ കേട്ടു.
നാട്ടുകൂട്ടത്തലവന്റെ കൂടെ നടന്നിരുന്നതുകൊണ്ട് അഞ്ഞൂറാന് ഇതിനെക്കുറിച്ചെല്ലാം നല്ല ധാരണയുണ്ട്. എന്നിട്ട് ടെസ്റ്റ് കഴിഞ്ഞു. അവൻ തോറ്റു കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇതത്രയും കഠിനമായൊരു പരീക്ഷയല്ലേ. അഞ്ഞൂറാൻ ശ്രുതിയോട് ചോദിച്ചു. എന്ത്, തോൽക്കാനോ? ഞാനും അങ്ങനെയാണ് ആദ്യം കരുതിയത്. പക്ഷെ ചേതൻ ആദ്യത്തെ ഘട്ടത്തിൽ വിജയിച്ചു. ഈ എക്സാം 3 ഘട്ടങ്ങളായാണല്ലോ നടത്തുന്നത്. ഇപ്പോ രണ്ടാമത്തെ ഘട്ടത്തിൽ എക്സാം എഴുതാൻ പോയിരിക്കുകയാണ്. അതിലെന്തായി എന്നറിയില്ല. ശ്രുതിയുടെ വാക്കുകൾ കേട്ട് അഞ്ഞൂറാൻ മൂക്കത്ത് കൈവച്ച് നിന്നുപോയി. അധ്യായം 74. ശ്രുതി പറഞ്ഞത് കേട്ട് അഞ്ഞൂറാൻ ഒന്ന് ഞെട്ടി. ഇങ്ങനെ ഒരു മറുപടി ആയിരുന്നില്ല അയാൾ പ്രതീക്ഷിച്ചിരുന്നത്. ചേതനത് എങ്ങനെ സാധ്യമായി എന്ന് ആലോചിച്ച് അയാൾക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി. സത്യത്തില് ഈ ചേതൻ ആരാണ്? സാറാ മേഡത്തിന്റെ അടുത്ത് വിലയേറിയ ഔഷധം കൊടുത്തത് മാത്രമല്ല, ഇപ്പോതാ ആളുകൾ വർഷങ്ങൾ എടുത്താലും പാസ്സാകാൻ പറ്റാത്ത ആൽക്കിമി ടെസ്റ്റിലും പാസ്സായിരിക്കുന്നു. ആ എക്സാമിലൊക്കെ പാസ്സാവുന്നത് പലർക്കും ഒരു സ്വപ്നം പോലെയാണ്. ഇതെല്ലാം അവനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായും ആളുകൾ പറയുന്നത് പോലെ ഒരു കഴിവ് കെട്ടവനാവാൻ വഴിയില്ല. എന്നിട്ടും എന്താവും ഈ ചേതനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നത്? ഇതിലെ യാഥാർത്ഥ്യം എന്താ? അഞ്ഞൂറാൻ ചിന്തിച്ചു. അയാളുടെ ഉള്ളിലെ ചേതനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ആകെ ഒന്ന് മാറാൻ തുടങ്ങിയിരുന്നു. സാറ ചേതന്റെ അടുത്താണ് ചേരുന്നതെന്ന് അറിഞ്ഞപ്പോഴേ അഞ്ഞൂറാൻ ആളുകളോടെല്ലാം ചേതനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ആ അന്വേഷണത്തിൽ ചേതനെ കുറിച്ചുള്ള പല വിവരങ്ങളും അയാൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. ചേതൻ തന്റെ 18ാം വയസ്സിലാണ് ഡോൺ 3 സ്റ്റേജിൽ എത്തിച്ചേർന്നത്. ഒരു നല്ല അധ്യാപകനായി തന്നെ തന്റെ അധ്യാപന ജീവിതം ആരംഭിച്ച ചേതൻ ഇടയ്ക്ക് എപ്പോഴോ വഴിതെറ്റി. താൻ കാരണം ഒരു കുട്ടി മരിച്ചതിന്റെ വിഷമത്തിൽ അവൻ ഒരു മദ്യപാനിയായി മാറി. സ്വന്തം നിലമറന്ന് ഓരോ പ്രവർത്തികൾ ചെയ്ത് അവൻ ആളുകളുടെ മുമ്പിൽ അപമാനപ്പെട്ടു. അതവന്റെ ജോലിയെ വല്ലാതെ തന്നെ ബാധിച്ചു. ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ചേതന്റെ ക്ലാസ്സിൽ സാറ ചേരുന്നത് അയാൾ തടുത്തത്. എന്നാൽ സാറയാവട്ടെ ചേതന്റെ ക്ലാസ്സിൽ നിന്ന് മാറില്ല എന്നുള്ള പിടിവാശിയിലായിരുന്നു. എന്നെങ്കിലും ചേതനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയുമ്പോൾ സാറ തനിയെ മനസ്സ് മാറ്റുമെന്ന് അഞ്ഞൂറാൻ കരുതി. എന്നാൽ ഇപ്പോൾ ചേതനെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ സാറ ചേതനെ തന്റെ ടീച്ചറായി തെരഞ്ഞെടുത്തതിൽ തെറ്റൊന്നുമില്ല എന്നൊരു തോന്നൽ അഞ്ഞൂറാന്റെ ഉള്ളിൽ വരാതിരുന്നില്ല. ഫസ്റ്റ് റൗണ്ടിൽ ജയിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. തിയറി മാത്രം അറിഞ്ഞിരുന്നോണ്ട് ഒരാൾക്ക് ആൽക്കിമിസ്റ്റ് ആവാൻ കഴിയില്ല. അതിന് പ്രാക്ടിക്കലിലുള്ള അറിവും കൂടെ വേണം. 2 റൗണ്ടിൽ 10 സസ്യങ്ങൾ തന്നിട്ട് അതിനെ തിരിച്ചറിയാനായിരിക്കും. അതിലൊന്നിനെ തിരിച്ചറിയുന്നതിൽ തെറ്റുപറ്റിയാൽ പോലും അവർ ആ റൗണ്ടിൽ തോക്കും, ശ്രുതി പറഞ്ഞു. ഇതേ സമയം അവിടേക്ക് 2 പേർ നടന്നു വന്നു. അത് ചേതന്റെ കൂടെ ആദ്യത്തെ ഘട്ടത്തിൽ പാസ്സായവരായിരുന്നു. എന്തായി, നിങ്ങൾ 2 പേരും പാസ്സായോ? അവരെ കണ്ട ഉടനെ ശ്രുതി ചോദിച്ചു. ഇരുവരും വാടിയ മുഖത്തോടെ അവളോട് ഇല്ല എന്ന് മറുപടി കൊടുത്തു. എന്നാലും ശ്രുതിയെ പോലെ തന്നെ ഇരുവരും പല തവണ ഈ ടെസ്റ്റിൽ പങ്കെടുത്തിട്ടുള്ളതുകൊണ്ട് ഈ തോൽവി അവരെ വലുതായൊന്നും ബാധിച്ചില്ല. ആദ്യത്തെ ഘട്ടത്തിൽ ഫുൾ മാർക്ക് വാങ്ങിയത് മാത്രമല്ല, ചേതൻ രണ്ടാമത്തെ ഘട്ടത്തിൽ അവിടെയുള്ള ആൽക്കിമിസ്റ്റുകളുടെ തെറ്റുകൾ വരെ ചൂണ്ടിക്കാണിച്ചതാണ്. അങ്ങനെ ഒരു ജീനിയസിന്റെ മുമ്പിൽ നമ്മളൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ് എന്ന ചിന്തയിലാണ് അവരിരുവരും അവിടെ നിന്നും പുറത്തേക്ക് വന്നത്. അപ്പോ ആ ചേതനോ? അവരിരുവരും തോറ്റു എന്നറിഞ്ഞ ഉടനെ തന്നെ ശ്രുതി അവരോട് ചോദിച്ചു. ചേതൻ പാസ്സായി, അവനിപ്പോ അസിസ്റ്റന്റ് ആണ്. ആ ഇരുവരിൽ ഒരാൾ പറഞ്ഞതും ശ്രുതി ആകെ ഒന്ന് ഞെട്ടി. അവൾക്ക് താൻ കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കുറച്ചു മുമ്പ് ശ്രുതി ചേതനോട് സംസാരിക്കാൻ നേരം ചേതന് ഔഷധ സസ്യങ്ങൾ എന്താണെന്നോ ആൽക്കിമിസ്റ്റ് സത്യത്തിൽ എന്താണ് ചെയ്യുന്നതെന്നോ യാതൊരു വിധത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ചേതൻ എങ്ങനെ ജയിച്ചു എന്ന് ആലോചിച്ചിട്ട് അവൾക്ക് തന്നെ തല പെരുക്കുന്നത് പോലെ തോന്നി. ചേതൻ ആദ്യത്തെ ഘട്ടത്തിൽ ജയിച്ചതുപോലെ തന്നെ ബാക്കി 2 ഘട്ടങ്ങളിലും ജയിച്ച് ഇപ്പോൾ ഒരു അസിസ്റ്റന്റായി മാറിയത് അത്ര നിസ്സാര കാര്യമായി തള്ളിക്കളയാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ശ്രുതി ആ പൊസിഷനിലേക്ക് ഏതാനും വർഷങ്ങളായി പരിശ്രമിക്കുന്നതാണ്. എന്നിട്ടും ഇന്ന് വരെ അവൾക്ക് ആദ്യത്തെ ഘട്ടം പോലും കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഒരുവന് ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഇത് ചെയ്യാൻ കഴിഞ്ഞത്? അത് ഓർക്കും തോറും അവൾക്ക് സ്വന്തം കാര്യം ഓർത്ത് നാണക്കേട് തോന്നി. അതേസമയം ഇങ്ങനെ ഒരാളെ തെറ്റിദ്ധരിച്ചതോർത്ത് ശ്രുതിക്ക് വിഷമവും തോന്നി. ഇരുവരും ശ്രുതിയോട് സംസാരിക്കുന്നത് കേട്ട് സാറ ചുറ്റുമൊന്നു നോക്കി. അവിടെയെങ്ങും ചേതനെ കാണാത്തത് കൊണ്ട് അവൾ അമറിന്റെയും സരുണിന്റെയും നേരെ തിരിഞ്ഞു. അല്ല ചേട്ടാ, എന്നിട്ട് ചേതൻ സാർ എവിടെ? അദ്ദേഹത്തെ ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ, സാറ ചോദിച്ചു. ശ്രുതിയെ പോലെ തന്നെ അവർ പറഞ്ഞത് കേട്ട് സാറ ഞെട്ടിയൊന്നുമില്ല. കാരണം അവൾക്ക് ചേതനെ കുറിച്ച് നന്നായി തന്നെ അറിയാം. അവൾക്ക് അറിയാവുന്നിടത്തോളം
ചേതൻ ആ പരീക്ഷയിൽ ജയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചേതനിപ്പോ ബേസിക് ലൈബ്രറിയിലാണുള്ളത്. നാളെ ആൽക്കമിസ്റ്റ് ആവാനുള്ള ഒരു സംവാദം നടക്കുന്നുണ്ട്. അവൻ അതിനുവേണ്ടി പഠിക്കുകയാണ്. അമർ മറുപടി കൊടുത്തു. അസിസ്റ്റന്റായി ഉടനെ തന്നെ ഇങ്ങനെ ആൽക്കമിസ്റ്റ് ആവാനുള്ള സംവാദത്തിൽ പങ്കെടുക്കാൻ ഒരു വല്ലാത്ത ധൈര്യം തന്നെ വേണം. നല്ലതുപോലെ ട്രെയിനിങ് കിട്ടി വർഷങ്ങളായി പഠിച്ചവർ പോലും ഇങ്ങനെ ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ ഭയക്കും. അപ്പോൾ ചേതൻ ഇത് എന്ത് കണ്ടിട്ടാണ് ഇത്രയും ധൈര്യമെന്ന് ശ്രുതി ചിന്തിച്ചു. നാളെ സംവാദോ? എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശ്രുതി അത്ഭുതപ്പെട്ടു. അതെ, ഈ സംവാദത്തിൽ 10 ആൽക്കമിസ്റ്റുകളെ തോപ്പിക്കണം. ഈ വഴിയാണ് ആൽക്കമിസ്റ്റ് ആവാനുള്ള മറ്റേത് വഴിയേക്കാളും കഷ്ടമെന്നാണ് ജിജേഷ് സാർ പറഞ്ഞത്. അതുമല്ല, ഇതിൽ തോറ്റ നല്ല കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കുകയും ചെയ്യും. അമർ ആ ശിക്ഷയെക്കുറിച്ച് ഓർത്തതും അയാളുടെ ശരീരം ആകെ ഒന്ന് നടുങ്ങി. ഇപ്പോഴെനിക്ക് ഓർമ്മ വന്നത്, ഇതിനെക്കുറിച്ച് ഞാനും ദേവങ്കൾ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. 10 ആൽക്കമിസ്റ്റുകൾ ചോദ്യങ്ങൾ ചോദിക്കും. അത് എന്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും ആവാം. ആ ചോദ്യങ്ങൾക്കെല്ലാം ആലോചിച്ച് നിന്ന് നേരം കളയാതെ ഉത്തരം പറയണം. സാധാരണ നമ്മളെല്ലാം ആൽക്കമിസ്റ്റ് ആവാൻ തിരഞ്ഞെടുക്കുന്ന വഴിയേക്കാൾ കഠിനമാണ് ഈ വഴി. ഇതൊരു ഷോർട്ട് കട്ട് വഴി ആയതുകൊണ്ടാണ് എല്ലാവരും ഈ വഴി തിരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടി ഇതിൽ തോറ്റാലുള്ള ശിക്ഷ വളരെ കഠിനമാക്കിയിരിക്കുന്നത്. ചേതൻ ചെറുപ്രായത്തിൽ തന്നെ അസിസ്റ്റന്റ് ആയല്ലോ. പിന്നെയും എന്തിനാണ് പെട്ടെന്ന് തന്നെ ഒരു ആൽക്കമിസ്റ്റ് ആവാൻ ഇത്രയും ധൃതി കൂട്ടുന്നത്? കുറച്ചുനാൾ പ്രാക്ടീസ് ചെയ്ത് നേരെയുള്ള വഴിയിലൂടെ ശ്രമിച്ചാ പോരെ? വെറുതെ എന്തിനാ ഇത്ര റിസ്ക് എടുക്കുന്നത്? ശ്രുതി ചോദിച്ചു. എനിക്കും എന്തിനാണ് ചേതൻ ഈ തീരുമാനം എടുത്തത് എന്നൊന്നും അറിയില്ല. പക്ഷേ ചേതൻ എന്തോ വംശത്തിന്റെ ശക്തി ഉണർത്തുന്ന മരുന്നിനെ കുറിച്ചുള്ള ബുക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ബുക്കൊക്കെ അഡ്വാൻസ്ഡ് ലൈബ്രറിയിലാണുള്ളത്. ചിലപ്പോ അതായിരിക്കും, അമർ പറഞ്ഞു. പിന്നെയാണ് അവന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. പിന്നെ എന്തോ പ്രധാന കാര്യമുണ്ടെന്നോ. 15 ദിവസത്തിനുള്ളിൽ ഈ ബുക്സ് വായിച്ചേ മതിയാകുമെന്നോ, 15 ദിവസമേ സമയമുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു. ചിലപ്പോ ഇനി അതാവാനും സാധ്യതയുണ്ട്. അമർ തന്റെ ഓർമ്മയിൽ വന്നത് പറഞ്ഞു. 15 ദിവസമോ? അത് എന്തിനായിരിക്കും? ശ്രുതി കാര്യം മനസ്സിലാകാതെ പിറുപിറുത്തു. ശ്രുതിക്കും മറ്റുള്ളവർക്കും അത് കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിലും സാറയ്ക്ക് കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിരുന്നു. 15 ദിവസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ശ്യാംസാറുമായുള്ള പന്തയം സാറയുടെ മനസ്സിലേക്ക് വന്നു. ചേതൻ സാർ ആ മരുന്നുകൾ ഉപയോഗിച്ച് അവരുടെ ശക്തികൾ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ 15 ദിവസങ്ങൾ കൊണ്ടൊക്കെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമോ? എന്തൊക്കെയാണെങ്കിലും ചേതൻ സാർ ഇത് നടത്തി കാണിക്കുമെന്ന് സാറ മുഴുവനായി തന്നെ വിശ്വസിച്ചു. അവളുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ സമയത്താണ് ദേവ് അവിടേക്ക് വന്നത്. ദേവങ്കൾ എങ്ങുവാ? അങ്കിൾ നല്ല സമയത്താണ് വന്നത്. ശ്രുതി വല്ലാത്ത ഉത്സാഹത്തോടെ വിളിച്ചു. എന്താണ് ശ്രുതി? നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്താ സംഭവം? നിന്നെ അങ്ങനെ ഇങ്ങനൊന്നും ഇത്ര ഉത്സാഹത്തോടെ കാണാറില്ലല്ലോ. ദേവ് അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. അത് പിന്നെ ഇതുപോലൊരു സംഭവത്തെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ല, അതുകൊണ്ടാണ്, ശ്രുതി ഉത്സാഹത്തോടെ പറഞ്ഞു. അവൾ അയാളോട് നടന്ന കാര്യങ്ങളെല്ലാം ഒന്നും വിടാതെ പറഞ്ഞു കൊടുത്തു. ദേവിന്റെ കണ്ണുകൾ ആശ്ചര്യം കൊണ്ട് വിരിഞ്ഞു. ഇതൊക്കെ സത്യമാണോ? അയാൾ മിഴിഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു. അതെങ്കിൽ എല്ലാം സത്യമാണ്. അതിവിടെ ഈ സംവാദത്തിൽ തോറ്റ എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നതെന്ന് അങ്കിളിനറിയോ? അവൾ അറിയാനുള്ള തിടുക്കത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല, ദേവ് മറുപടി പറഞ്ഞു. അയാൾ ഇതിനെക്കുറിച്ച് പുസ്തകങ്ങളിൽ മാത്രം വായിച്ചിരുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കാര്യമായി അറിയില്ലായിരുന്നു. എനിക്കറിയാം, ജിജേഷ് സാർ പറഞ്ഞത് വെച്ച് 3 ശിക്ഷകളാണ് ലഭിക്കുക. ആദ്യത്തേത് ഓരോ ആൽക്കമിസ്റ്റിനും ഓരോ ലക്ഷം വെച്ച് 10 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുക എന്നതാണ്. രണ്ടാമത്തേത് 100 ചാട്ടവാറടി. മൂന്നാമത്തേത് ഈ സംവാദത്തിൽ തോറ്റ ആൾക്ക് ജീവിതകാലം മുഴുവനും ആൽക്കമിസ്റ്റ് ആവാനുള്ള എക്സാമിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അമർ തനിക്ക് ജിജേഷ് പറഞ്ഞത് കേട്ടുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുത്തു. അതെല്ലാം കേട്ട് സാറയുടെ കണ്ണ് ഇപ്പോൾ താഴെ വീഴും എന്ന അവസ്ഥയിലാണ്. എന്ത് 10 ലക്ഷം സ്വർണ്ണ നാണയങ്ങളും 100 ചാട്ടവാറടിയും ജീവിതകാലം മുഴുവൻ ആ എക്സാം എഴുതുന്നതിൽ നിന്നും വിലക്കുമോ? അവൾ മെല്ലെ പറഞ്ഞു. ചേതൻ സാർ, യു ആർ ഗ്രേറ്റ്. ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം വെച്ചാണ് സാറ് കളിക്കുന്നത്. ഇതുപോലെ ഒരു ടീച്ചറെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് സാറ തന്റെ കണ്ണുകൾ തുടച്ചു. ഇതേ സമയം ചേതൻ ബേസിക് ലൈബ്രറിയിൽ പുസ്തകങ്ങൾ നോക്കുകയായിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. നേരം രാത്രി 10 മണിയായി. ചേതൻ ഒരു കണക്കിന് അവിടെയുള്ള അവസാന പുസ്തകവും തന്റെ ഉള്ളിലെ മാന്ത്രിക ലൈബ്രറിയിൽ പകർത്തി ഒന്ന് ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. ഈ ബേസിക് ലൈബ്രറിയിൽ എല്ലാ വിധത്തിലുള്ള പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. മരുന്നുകൾ തയ്യാറാക്കുന്ന വിധം തൊട്ട് അതിനു വേണ്ട സസ്യങ്ങളെ തിരിച്ചറിയുന്നത് വരെ എല്ലാം.
പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ തനിക്ക് ആവശ്യമായ പുസ്തകം മാത്രമില്ലെന്ന് ചേതൻ മനസ്സിലാക്കി. എന്തൊക്കെ ബുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ, ആവശ്യമുള്ള ഒറ്റ ഒന്നുമില്ലല്ലോ. അതൊക്കെ അവര് പറഞ്ഞതുപോലെ ആ അഡ്വാൻസ്ഡ് ലൈബ്രറിയിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഇനി അത് വായിക്കാൻ വേണ്ടി ആൽക്കെമിസ്റ്റ് ആവണം. എന്തൊക്കെ കഷ്ടപ്പാടാണ്, ചേതൻ ചിന്തിച്ചു. ഒന്നുമില്ലെങ്കിലും നാളെ നടക്കാൻ പോകുന്ന സംവാദത്തിലെങ്കിലും ഈ പുസ്തകങ്ങൾ ഉപകരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. ആൽക്കമി യൂണിയൻ ഈ നാട്ടിലുള്ള മറ്റ് യൂണിയനേക്കാൾ ചെറുതാണെങ്കിലും ജനങ്ങൾ ഈ യൂണിയനിലുള്ളവരെ നല്ലതുപോലെ ബഹുമാനിച്ചിരുന്നു. പല ശക്തരായ ആളുകൾ പോലും ഈ യൂണിയന് വല്ലാത്ത ആദരവ് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യൂണിയൻ 24 മണിക്കൂറും പ്രവർത്തിക്കും. നാട്ടിൽ എന്ത് നടന്നാലും ഈ യൂണിയൻ മാത്രം അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കില്ല. അങ്ങനെ രാവും പകലുമില്ലാതെ ആൽക്കെമിസ്റ്റുകൾ ജോലി ചെയ്യുന്നതിനെ അനുസരിച്ച് പുതിയ പുതിയ മരുന്നുകളും കണ്ടെത്തി തുടങ്ങി. അങ്ങനെ ലൈബ്രറിയിലെ മരുന്നുകളെ കുറിച്ചുള്ള പുസ്തകങ്ങളുടെ എണ്ണവും കൂടി. അങ്ങനെ 1000 വർഷങ്ങൾ പഴക്കമുള്ള ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ഏതൊരു ആൽക്കെമിസ്റ്റും തന്റെ ജീവിതകാലം മുഴുവൻ അവിടെ ചെലവഴിച്ചാൽ പോലും ആ പുസ്തകങ്ങളെല്ലാം പഠിച്ചു തീർക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ മാന്ത്രിക ലൈബ്രറിയുടെ സഹായത്തോടു കൂടി ചേതൻ അതെല്ലാം നിസ്സാരമായി തന്റെ ഓർമ്മയിലേക്ക് പകർത്തി. അതുകൊണ്ട് തന്നെ തനിക്കിപ്പോൾ തലവേദനയുടെ മരുന്ന് മുതൽ വലിയ വലിയ രോഗങ്ങൾക്കുള്ള മരുന്ന് വരെ തയ്യാറാക്കാൻ കഴിയുമെന്ന് ചേതൻ കരുതി. എന്നാൽ അത് വെറുമൊരു തോന്നൽ മാത്രമാണ്. എത്ര തിയറി അറിയാമെന്ന് പറഞ്ഞാലും ശരിയായ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരാൾക്ക് ഒരിക്കലും മരുന്നുകൾ ശരിയായി തയ്യാറാക്കാൻ കഴിയില്ല. തന്റെ വയറ് കത്തുന്നത് പോലെ തോന്നിയാണ് ചേതൻ തന്റെ ചിന്തകളിൽ നിന്നും ഉണർന്നത്. സമയം ഒരുപാട് ആയതുകൊണ്ട് തന്നെ അവന് വിശന്നു തുടങ്ങിയിരുന്നു. വന്ന് ഇപ്പൊ നേരത്തെ കാലത്ത് ഫുഡ് കഴിക്കാൻ പോലും ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഞാൻ വല്ലാതങ്ങ് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലേ എന്നൊരിത് ചേതൻ ചിന്തിച്ചു. ആദ്യം പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ചേതൻ ലൈബ്രറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിന്നും നടക്കുന്ന വഴിയിൽ ചേതനൊന്ന് ആൽക്കെമിസ്റ്റുകളുടെ റൂമിലേക്ക് എത്തി നോക്കി. അവിടെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഒരു കയ്യിൽ ഒരു പുസ്തകവും പിടിച്ച് വായിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് എന്തോ എഴുതി വെക്കുന്ന ജിജേഷിനെയും ജിനേഷിനെയുമാണ് ചേതൻ കണ്ടത്. അപ്പോ ഇവിടെ എന്നേക്കാൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അവൻ അത് കണ്ട് ചിന്തിച്ചു. ചേതൻ അവരുടെ അടുത്തേക്ക് ചെന്നു. സർ, നിങ്ങൾ എത്ര സമയമായിട്ടും പോയില്ലേ? നിങ്ങൾക്ക് ഇത്രയും നേരമൊക്കെ വർക്കുണ്ടോ? അവനെ അവിടെ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ജിജേഷും ജിനേഷും ആകെ ഒന്ന് ഞെട്ടി. അവർ തിടുക്കത്തിൽ അവർ എഴുതിക്കൊണ്ടിരുന്ന പേപ്പർ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ അത് മറയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ എഴുതിയിരിക്കുന്നത് ചേതൻ കണ്ടു. അധ്യായം 75. ജിജേഷും ജിനേഷും അവരുടെ കയ്യിലിരുന്ന പേപ്പർ മറച്ചു പിടിക്കുന്നതിന് മുമ്പ് തന്നെ ചേതൻ അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടിരുന്നു. ചേതൻ എന്തിനാണ് പെട്ടെന്ന് ബുക്കിന്റെ പേജുകൾ മറച്ചു നോക്കി മാറ്റിവെക്കുന്നത്?